നേന്ത്രക്കായ എടുത്ത് ചെറുതായിട്ട് നുറുക്കുക. അങ്ങനെ തൊലി കളഞ്ഞേക്ക്. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, ഏലം, ചുക്ക്, ഗ്രാമ്പ് ഇവ സമാസം. എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടിയെടുക്കുക. തേങ്ങാപ്പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. നേന്ത്രപ്പഴ പ്രഥമൻ. എന്നിട്ട് വായ് മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്ത് നിന്റെ നുറുകൻ തലയെ തല്ലി പൊട്ടിക്കാം. ഗൈസ്, അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മളിപ്പം കണ്ട വീഡിയോ, നേന്ത്രപ്പഴപ്രഥമൻ. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കി നോക്കാൻ പോകുന്നത് നേന്ത്രപ്പഴപ്രഥമനാണ്. അപ്പം നമുക്കിത് സെറ്റാക്കാം. അപ്പം അതിന് എന്നൊക്കെ വേണ്ടെന്നുള്ള കാര്യം പറയാം. നമുക്ക് റെഡിയാക്കാൻ പോവാം. നേന്ത്രപ്പഴപ്രഥമൻ ഉണ്ടാക്കി പാട കടിച്ചാൽ പൊട്ടുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പം പഴവും ശർക്കരയും ആണ് ഇപ്പം ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് അത് രണ്ടും അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. പഴമില്ലാതെ ഒരു പായസം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആദ്യം ഇത് രണ്ട് സെറ്റാക്കാം. നേന്ത്രപ്പഴം പായസം പഴമില്ലാതെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ 2 എണ്ണം എടുക്കുന്നുള്ളൂ. അതിനാവശ്യത്തിനുള്ള ശർക്കര നമുക്ക് എടുക്കാം. പഴം കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. നമ്മുടെ പഴയ ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദത്തിനകത്ത് ഇങ്ങനെ പഴം അരിഞ്ഞ് കിട്ടിയില്ലേ, അപ്പം അതേപോലെ പഴം അരിഞ്ഞെടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴം അരിഞ്ഞത്, ശർക്കര ചീവിയത്, പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടത് കുറച്ച് നെയ്യും ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് തേങ്ങാപ്പാലും. അപ്പം നമുക്ക് സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയേക്കാം. നമ്മളിത് ആദ്യം ചെയ്യേണ്ടത് ഒരു ലൈറ്റർ എടുക്കണം. അപ്പം ലൈറ്റർ എടുത്ത് നമ്മളിത് കത്തിച്ചു. ഇനി ഇതിനകത്ത് വെള്ളമൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഈ നെയ്യൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായി. നമുക്ക് കുറച്ച് നെയ്യ് അതിനകത്തോട്ട് ഇടാം. ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പഴം ഇടാം. അപ്പോൾ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് നമ്മുടെ പഴം അരിഞ്ഞ് വെച്ചത് ഇടുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പഴത്തേലും നമ്മുടെ നെയ്യ് പിടിക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം പഴത്തേലെല്ലാം നെയ്യ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കര മധുരത്തിന് വേണ്ടി ചേർക്കുമ്പം ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. അപ്പം ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഒപ്പം നമ്മളിത് പൊടിച്ച ഏലക്ക കുറച്ച് എടുത്തിട്ടുള്ളൂ, അതും കൂടി നമ്മൾ അതിനകത്തോട്ട് ഇടുക. അപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ ഒപ്പം കുറച്ച് എള്ള് കൂടി നമ്മൾ ചേർക്കുവാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് കാണിച്ച് ഇങ്ങോട്ട് അടുത്തോട്ട് വന്ന് അല്ല, ഇതൊക്കെ ഉരുകി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ഉരുകി നല്ലവണ്ണം ശർക്കരയൊക്കെ ഉരുകി മിക്സായി ചേർത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം ഒന്ന് വേകാനും ഒന്നുകൂടി ഒന്ന് മിക്സ് ആകാനും. അപ്പോൾ ഇനി നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി വറ്റി വരുമ്പോൾ വേണം നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മുടെ ഇത് എന്തായിരുന്നു മറന്നുപോയല്ല. അപ്പം ശർക്കരയും പഴവും ഇതൊക്കെ കൂടി മിക്സ് ആയിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നല്ല രുചിയുടെ മണവും വരുന്നുണ്ട്. ഉറങ്ങാൻ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട്. വായിൽ വെള്ളം വരും. അപ്പം ഈ തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ വെച്ച് അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നവരൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇപ്പം തന്നെ തിളച്ചോ ചേട്ടാ, എല്ലാം പെട്ടതായിരുന്നു. അപ്പം നമ്മുടെ നേന്ത്രപ്പഴ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കശുവണ്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ കിസ്മിസൊക്കെ വറുത്തിടാം. പക്ഷെ നമ്മളിപ്പം പെട്ടെന്ന് കഴിക്കാനും സംഭവം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം.
ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ ഇതേ നമ്മുടെ നേന്ത്രപ്പഴ പ്രഥമൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 പപ്പടമൊക്കെ വറുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി എടുത്ത് അടിപൊളി. കറക്റ്റ് കൂടുതലാണോ? എനിക്ക് കറക്റ്റാ ഫീൽ ചെയ്യാം. കൊള്ളാം, അടിപൊളി സാധനം. പഴം ചൂട് പഴുത്ത വേണമായിരുന്നു തോന്നുന്നല്ലേ? ഇച്ചിരി കല്ലപ്പ് പോലെ കുറച്ച് മറ്റേ മഞ്ഞക്കളർ നാരങ്ങക്കറി ഇത് നാരങ്ങ കൂടെ വേണം. പായസം, പപ്പടം, പഴം പായസം, പിന്നെ നാരങ്ങ. സദ്യക്കൊക്കെ പോകുമ്പോൾ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും അടിപൊളിയായിരിക്കും. അതെ, പ്രത്യേകിച്ചൊന്നും ചേർക്കണ്ടല്ലോ. ഒരു ഏത്തപ്പഴം, ഒരു ശർക്കര, പിന്നെ എന്നാ കുറച്ച് ഏലക്ക പൊടിച്ചത്. എന്റെ കുപ്പി താഴത്ത് പോയി. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണ മിൽക്ക് അതായത് പശുവും പാലും മിൽക്ക് പാൽ പശുവും പാലായാലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. കിസ്മിസ് ഒക്കെ വേണേ ചേർക്കാം. ഇച്ചിരി ഉടഞ്ഞിട്ട് കല്ലച്ച് കിടക്കണം, അപ്പം ഞെക്കിത്തില്ല. അപ്പം നല്ല രീതിയിൽ അങ്ങ് പേസ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കഴിക്കാനൊരു സ്മൂത്ത് ആയത്. എന്തായാലും അടിപൊളി സാധനം. അപ്പം എന്തേ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഞാൻ ഓർത്ത് ഇത് മുഴുവൻ തീരത്തില്ലെന്ന് കഥ പറഞ്ഞ് തീരാറായി. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.